ഈ ഒരു സീസണിൽ ഏറ്റവും വലിയൊരു ഡ്രാമ എന്ന് പറയുന്നത് അനുമോളെയാണ് എല്ലാവരും പറഞ്ഞ് ഞാൻ കേൾക്കാറുള്ളത്. ഇടയ്ക്കൊക്കെ ഞാനും പറയാറുണ്ട്, ചില സിറ്റുവേഷൻസ് വരുമ്പോൾ ഈ അനുമോൾ ഭയങ്കര ഡ്രാമയാണ്. പക്ഷെ ശരിക്കും അനുമോളെക്കാൾ ഏറ്റവും വലിയ ഡ്രാമ എന്ന് പറയുന്നത് നെവിനാണ്. ഞാൻ എപ്പോഴും ലാലേട്ടന്റെ എപ്പിസോഡ് കാണുമ്പോൾ ഞാൻ ശ്രദ്ധിക്കും, മനഃപൂർവ്വം ഒരു ഡ്രാമാറ്റിക് ആയിട്ട് ലാലേട്ട എന്ന് പറഞ്ഞിട്ട് സംസാരിക്കുക. പിന്നെ അതുപോലെ മനഃപൂർവ്വം ലാലേട്ടൻ സംസാരിക്കാൻ ചോദിക്കാൻ വേണ്ടിയിട്ട് ഫുഡ് എടുത്തുകൊണ്ട് വന്നിട്ട് വായി കുത്തിക്കയറ്റുക, കപ്പിൽ കുറച്ച് വെള്ളം എങ്ങാനും എടുത്തുകൊണ്ട് വന്നിട്ട് കുടിക്കുക. ലാലേട്ടൻ എന്തെങ്കിലും ചോദിക്കാൻ വിളിക്കാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യാറുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ ലാലേട്ടനോട് ഒരുമാതിരി പിണങ്ങിയിരിക്കുന്ന കണക്ക്, ലാലേട്ടൻ വഴക്ക് പറഞ്ഞാൽ കുറച്ച് സെന്റി അടിച്ചിരിക്കുന്ന കണക്ക് ഇപ്പോഴും ആ ഒരു ശോകമായിട്ടൊക്കെ ഇരുന്ന് കാണിക്കാറുണ്ട്. എന്നാൽ അതിലും വലിയൊരു ഡ്രാമ ഇപ്പൊ ലൈവിൽ അങ്ങോട്ട് കഴിഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ. അത് നോമിനേഷനുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയ ഒരു ഡ്രാമയാണ്. ആരെ കുറിച്ചാണെന്ന് ഞാൻ പറയാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് സീരിയൽ ഗ്രാൻഡ്മ കാണുന്നെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ഞാൻ പറഞ്ഞു വന്ന ഡ്രാമ വേറെ ആരെ കുറിച്ചുമല്ല, അക്ബറിനെ കുറിച്ചാണ്. ഇതുവരെ ഞാനും അക്ബർ ഇത്ര ഡ്രാമാറ്റിക് ആവുന്നത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ അക്ബറുടെ ഒറ്റയ്ക്കിരുന്ന്, വേറെ ആരും ഇല്ല, എല്ലാവരും എവിക്റ്റായി പോയി. നെവിനാണെങ്കിൽ അക്ബറിന്റെ കൂടെ ഇരുന്ന് എവിക്റ്റായി പോകുമോ എന്ന് പേടിച്ചിട്ടാണോ എന്നറിയത്തില്ല, അക്ബറിന്റെ കൂടെ ഇരിക്കാൻ നെവിന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ അക്ബർ ഒറ്റയ്ക്ക് അവിടെ ആ ഒരു ഊഞ്ഞാലിലൊക്കെ ഇരുന്ന് ആടി ആടി ക്യാമറയോട്, ബിഗ് ബോസിനോട്, പ്രേക്ഷകരോട് സംസാരിക്കുകയാണ്. അതിനൊരു കാരണം എനിക്ക് തോന്നുന്നു, അനുമോൾക്കും നെവിനും അതുപോലെ അനീഷിനും പ്രേക്ഷകരോട് സംസാരിക്കാൻ, വോട്ട് ചോദിക്കാൻ ഒരു അവസരം കിട്ടി. ആ കാര്യം നിങ്ങൾ കണ്ടു കാണും ലൈവിനകത്ത്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. അതായത് ഈ ഒരു ഇതിനകത്ത് ഈ പറയുന്ന ഇത്രയും പേരും, ഈ 8 പേരും നോമിനേഷനിൽ ഉണ്ട്. അപ്പം അതില് ബിഗ് ബോസ് പറയുന്നത് വെച്ചാൽ അനുമോളും നെവിനുമായിരുന്നു ഈ സീസണിൽ ഏറ്റവും കൂടുതൽ തവണ ഈ എവിക്ഷൻ നോമിനേഷനിലേക്ക് വന്നത്. ഏറ്റവും കുറവ് വന്നത് അനീഷാണ്. ശരിക്കും പറഞ്ഞാൽ അതൊരു വലിയ ആശ്ചര്യമാണ്. ആദ്യത്തെ ആഴ്ച എവിക്ഷൻ നോമിനേഷനിൽ അനീഷ് വരാത്തതിന്റെ റീസൺ ക്യാപ്റ്റൻ ആയതുകൊണ്ടാണ്. പിന്നെ അങ്ങോട്ട് പോലും അനീഷിനെ അധികം ആരും നോമിനേറ്റ് ചെയ്തിട്ടില്ല എന്ന് കണക്കെടുത്ത് നോക്കുമ്പോൾ ഒരു കോമഡി ഉണ്ട്. കൂടുതലും ജയിലിൽ പോകാനുള്ള ഭാഗ്യമാണ് അനീഷിന് കിട്ടിയത്. അപ്പോൾ ഈ ഒരു സംഭവം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അക്ബർ ഒറ്റയ്ക്ക് എന്ന് പറയുകയാണ്, ഷാനവാസിന്റെ ഡ്രാമ പൊളിഞ്ഞു, അല്ലെങ്കിൽ അനുമോളുടെ ഡ്രാമ പൊളിഞ്ഞു. കാരണം എന്ന് വെച്ചാൽ അവര് കരുതിയിരുന്നത് 6 വോട്ട് തനിക്കും 6 വോട്ട് നെവിനും കൊടുത്ത് ബാക്കി എല്ലാവരും അങ്ങ് സേഫ് ആകാം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നിരിക്കും എന്നൊക്കെ ഇങ്ങനെ അക്ബർ ഒറ്റയ്ക്ക് എന്ന് പറയുകയാണ്.